ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാ പാർട്ടികളും അധികം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ ചട്ടിപ്പത്തിന്. ചില സ്ഥലങ്ങളിൽ ഇറച്ചിപ്പത്തിൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ ചട്ടിപ്പത്തിൽ എന്നാണ് പറയൽ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിളാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ആദ്യം ഇതാ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചട്ടിപ്പത്തലിൻ്റെ അളവിലാണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അളവിലാണ് കേട്ടോ ഈ മസാല റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക പച്ചമുളകിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ മസാലപ്പൊടികളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കന് പകരം ബീഫാണെങ്കിൽ നമ്മളെ ചട്ടിപ്പത്തലിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താലും നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിപ്പത്തലിന് വേണ്ടിയിട്ടുള്ള ഡോ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാദാ പൂരിയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ പൂരിൻ്റെ എല്ലാം മാവ് റെഡിയാക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയിലും പരത്തുന്ന പോലെ കുറച്ച് വലുതായിട്ട് നമ്മൾ പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്ന ആ ഒരു അളവിൽ തന്നെ നമ്മൾ ഈ ചപ്പാത്തി പരത്തിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് പാനിലിട്ടിട്ട് 2 വശം ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗീ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചട്ടിപ്പത്തിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഗീ എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ചപ്പാത്തി ഇതുപോലെ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയറും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി
ഇനി ഇതുപോലെ നമ്മൾ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര വലുത് വേണോ അത്രയും ലെയറാക്കിയിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ലെയറും കൂടി നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മുട്ട ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ഈ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 മുട്ട കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇതിൻ്റെ സൈഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നാലും നമ്മൾ ചട്ടിപ്പത്തിൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടുള്ളൂ. ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുക. ടോട്ടൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കായി കിട്ടും. അപ്പോൾ കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നല്ല സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കണ്ണൂർ ഭാഗത്തിലും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ പാർട്ടികളിലും ഉണ്ടാകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ആക്കാം. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.